അന്യോ ചെയ്ത് അപ്പം ന്യൂ ഇയർ പ്രമാണിച്ച് BTS മെമ്പേഴ്സ് എല്ലാവരും കൂടെ ലൈവ് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ ന്യൂ ഇയർ ആവാൻ ഇനി 10-15 മിനിറ്റോളം ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി പോയിട്ട് 10-15 മിനിറ്റോ ഇനിയും സമയം ബാക്കിയില്ലേന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് സൗത്ത് കൊറിയയും ഇന്ത്യയും തമ്മിൽ 3.5 മണിക്കൂറോളം ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ അവിടെ ഓൾറെഡി ഹാപ്പി ന്യൂ ഇയർ ആയി കഴിഞ്ഞു, ഇനി ഇവിടെ ആവാനുണ്ട് എന്തായാലും. അപ്പോൾ അവർ അവിടെ ആയ ആ ടൈമിൽ നമ്മുടെ ആർമീസിനെ ലൈവായിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ലൈവ് വന്നത്. ഇനി ഇതിന് മുന്നേ ഒരു ദിവസം മെമ്പേഴ്സ് എല്ലാവരും കൂടി ലൈവ് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഇന്ന് ഞാൻ ശ്രദ്ധിച്ചു അവർ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ലൈവിൻ്റെ ട്രാൻസ്ലേഷൻ മൊത്തം ഫ്രീ ആയിട്ടായിട്ടോ ചെയ്തത്. ബാക്കിയുള്ള ടൈമിലൊക്കെ നമുക്ക് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ക്യാഷ് അടയ്ക്കണമല്ലോ, പക്ഷേ ഈ ഒരു ലൈവിലൊന്നും നമുക്ക് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ക്യാഷ് അടയ്ക്കേണ്ട, ലൈവായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ കാണുന്നു. ഇനി ആ ട്രാൻസ്ലേഷനിൽ എല്ലാം ഒന്നും പക്ക അല്ലെങ്കിലും നമുക്ക് കുറേയൊക്കെ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും. പിന്നെന്താണെന്ന് വെച്ചാൽ മെമ്പേഴ്സ് എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ സംസാരിച്ച് ചിരിക്കണ കാണുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കും ചിരി വരും. എന്താ സംഭവം എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഹാപ്പി ആവും എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു ലൈവായിരുന്നു ഇന്നത്തെ ലൈവ് എന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം എന്താ വെച്ചാൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കത് കേട്ടിരുന്ന് പോകാൻ തോന്നും. ഞാൻ സംഭവം ലൈവ് കണ്ടിട്ട് വീണ്ടും ഇത് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് വീണ്ടും വാച്ച് ചെയ്തപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കണേ കേട്ടിരിക്കുകയാണ് ഞാൻ ലൈവ് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ. എന്തായാലും ഈ ഒരു ലൈവിൽ മെമ്പേഴ്സ് എല്ലാവരും കൂടി വന്നുകൊണ്ടും എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടും മൊത്തം ഒന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിലും ചെറിയൊരു മലയാളം ട്രാൻസ്ലേഷൻ ആട്ടോ ഞാൻ ചെയ്യാൻ പോണത്. തുടക്കത്തിൽ ഇവർ ഇനി ന്യൂ ഇയർ ആവാൻ എത്ര ടൈം ഉണ്ടെന്ന് കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജേഹബ് പറയുന്നുണ്ട് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അതിൽ വി പറയേണ്ടത് എത്ര സമയം ബാക്കിയുണ്ട് ചോദിക്കുമ്പോൾ ജേഹബ് പറയുന്നുണ്ട് 10 മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൽ ആരം ഈ ഒരു ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻ പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ഇയർ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയതെന്ന് തോന്നുന്നുണ്ടെന്ന്. ജിൻ പറയുന്നത് എനിക്കിത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഇയർ, അതായത് സ്ലോ ആയിട്ടും സ്പീഡായിട്ടും പോയൊരു ഇയറാണ്, കാരണം ഞാൻ വർക്കും കൂടി ചെയ്യണ്ടേ എന്നുള്ള അതിൻ്റെ ഇടയിൽ കൂടെ എന്നുള്ള കാര്യം. പിന്നെ ആരം പറയുന്നത് എനിക്ക് ഈ ഒരു വർഷം ഭയങ്കര ടഫായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷുഗ അത് എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു ടോപ്പിക് അങ്ങോട്ട് മാറി. എങ്ങനെയാണെന്നറിയോ, ഈ ഒരു ലൈവിൻ്റെ കോപ്പിറൈറ്റിൻ്റെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിൽ കോപ്പിറൈറ്റ് ഉണ്ടാവുമല്ലോ, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കൂടുതൽ സംഭവങ്ങൾ യൂസ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ജിം പറഞ്ഞു അത് ഇതിലല്ലല്ലോ യൂട്യൂബിലല്ലേ കോപ്പിറൈറ്റ് വരെ, ഇത് നമ്മൾ പോണ ലൈവല്ല. അങ്ങനത്തെ ആ ഒരു സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജിന്നിന് വയസ്സായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് അപ്ഡേറ്റ് ആവണമെന്ന് വീടിന്ന് തട്ടുകയാണ്. അങ്ങനെ ആ ഒരു ടോക്ക് പിന്നെ അങ്ങോട്ട് ഏജിക്ക് മാറുകയാണ്. പിന്നെ അവർ ഏജ് പറഞ്ഞിട്ട് അങ്ങോട്ട് കളിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, ഫുള്ള് അവരെ ഇപ്പോഴത്തെ ഏജ്, പിന്നെ അതേപോലെ തന്നെ കൊറിയനിൽ എത്ര ഏജ് ആയിരിക്കും, ഇൻ്റർനാഷണലി എത്ര ഏജാണ്, പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി മുതൽ അതായത് ഏട്ടാ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊക്കെ ഏകദേശം സെയിം ഏജുകാരെ പോലെ ആയില്ലേ, അങ്ങനെ സംസാരിച്ചുകൂടെ എന്നുള്ള അങ്ങനത്തെ ഓരോ സംസാരമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടേക്ക് ഡെലിവറി എന്ത് വരുന്നുണ്ട്, നംജിൻ വെള്ളം എന്തോ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ജങ്കുക്ക് ഞാൻ പോയി എടുക്കണോ, ഞാൻ പോയി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ജങ്കുക്ക് ഇതിൻ്റെ ലൈവിലൊക്കെ ഫസ്റ്റ് വന്നപ്പോൾ ബാക്കിലാണ് നിൽക്കണം, ആ സോഫേൻ്റെ ബാക്കിൽ എല്ലാവരും കൂടി കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ പിന്നെ ഇവൻ ബാക്കിൽ നിൽക്കണം കാണുമ്പോൾ ഇവരെല്ലാവരും കൂടി നീ മുന്നിക്ക് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുന്നിക്ക് വന്നിരുന്നോന്ന് പറയുന്നത്. ജങ്കുക്ക് വരാതിരിക്കുമ്പോൾ ജിൻ ബാക്കിൽ പോയിട്ട് ജങ്കുക്കിനെ പിടിച്ച് സോഫേൻ്റെ മുന്നിക്ക് ഇടുന്നുണ്ട്. അതിൽ ഇതേ കിടക്കണം ജങ്കുക്ക് തലയും കുത്തി സോഫയിൽ. അതിൽ നംജിൻ അവിടുന്ന് ഞാൻ ഈ ഒരു സോഫ വാങ്ങിച്ചിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ഈ സമയം നമ്മുടെ ജിന്നിനോട് ഏട്ടൻ എങ്ങനെയാണ് ഇവനെ പിടിച്ച് പൊക്കിയത്, ഇവനെങ്ങനെ പിടിക്കാനുള്ള സ്ട്രെങ്ത് ഒക്കെ ഏട്ടനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിൽ ജിന്ന് പറയുന്നത് ഞാനൊന്നല്ല ഈ ഹോബിയാണെന്ന് പറഞ്ഞിട്ട് ഹോബീനെ ചൂണ്ടിക്കാട്ടുണ്ട്. ഹോബി അപ്പം തന്നെ ഞാനൊന്നല്ല ജിന്നേട്ടൻ തന്നെയാണ് പിടിച്ച് പൊക്കിയത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഹോബി പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ടാവും ജങ്കുക്കിന് ഒരാൾ പൊക്കണത് എന്നുള്ളത്. അതിലത്തെ ജങ്കുക്ക് നിന്നെ ഇതിന് മുന്നേ ആരെങ്കിലും പൊക്കിയിട്ടുണ്ടോ? അപ്പോൾ ജങ്കുക്ക് പറയുകയാണെങ്കിൽ പൊക്കിയിട്ടുണ്ട്. അതിൽ സൈഡിൽ ഗോൾ അടിക്കാൻ നമ്മുടെ ജിന്ന് നീ എന്ത് വർത്താനാടി പറയണത്, നിന്നെ ഞാൻ ബാക്കിൽ പൊക്കിയിട്ടല്ലേ വളർത്തി കൊണ്ടുവന്നതെന്ന്. സത്യത്തിൽ അവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞ് ആകപ്പാടൊരു കലവിലയാണെന്ന് പറഞ്ഞല്ലേ. പിന്നെ അവർ ന്യൂ ഇയറിൻ്റെ ഒരു കൗണ്ട് ഡൗൺ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് എടുക്കുന്നുണ്ട്. അത് യൂട്യൂബ് എടുത്ത് അതിലുണ്ടാവുന്ന ന്യൂസ് ഇടാൻ പോവാണ്. അപ്പോൾ യൂട്യൂബ് എടുത്ത് അതിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അത് ഇടുകയാണ്. ആ സമയത്ത് നംജുൻ്റെ യൂട്യൂബിലാണ് എടുക്കുന്നത്. അതിൽ ഇവരെല്ലാവരും കൂടി നംജുൻ്റെ അൽഗോരിതം നമുക്ക് എന്താ നോക്കാം, അതായത് യൂട്യൂബിൽ നമ്മളെപ്പോഴും ഫ്രീക്വൻ്റ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പോലെ നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം നംജുൻ എന്താ കാണുന്നത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി നോക്കുന്നുണ്ട്. അതിൽ കാണുന്നത് എന്താന്ന് വെച്ചാൽ കോർട്ടിസിന്റെ കുറേ വീഡിയോസ്, ഡ്രാമേൻ്റെ കുറേ വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണത്. പിന്നെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവരെന്തായാലും നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ഈ ഒരു സംഭവം കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് യുങ്കി പറയുന്നുണ്ട് നീ ഇപ്പോൾ നന്നായിട്ട് ഡ്രാമ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് ചോദിക്കുമ്പോൾ നംജുനെ സമ്മതിച്ചു കൊടുത്തിട്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ കൗണ്ട് ഡൗണിൻ്റെ കാര്യങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ജിമ്മിന് ഇത് ക്ലിയർ ആക്കാൻ വരുന്നുണ്ട്. ജിം
മീമിനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മെമ്പേഴ്സ് സംസാരിക്കുന്നുണ്ട്. അടുത്ത വർഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആഗ്രഹങ്ങളെന്ന് ചോദിക്കേണ്ട ഒരു പരസ്പരം. അപ്പോൾ പറയുന്നുണ്ട് അടുത്ത വർഷം നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് പോയാൽ മതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ എനിക്ക് വയസ്സാവണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിന്ന അതിന് പറയുന്നുണ്ട് എത്ര വയസ്സായി എന്ന് പോലും ഇപ്പോൾ അറിയണില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ കൗണ്ട് ഡൗണിന് വെയിറ്റ് ചെയ്യാണ്. ഈ കൗണ്ട് ഡൗണിന് വെയിറ്റ് ചെയ്യുമ്പോൾ അവരോടൊന്ന് സംസാരിക്കുന്നുണ്ട്, അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. അവരൊപ്പം ആ കൗണ്ട് ഡൗൺ പറഞ്ഞ് ആർമീസിനോട് ഹാപ്പി ന്യൂ ഇയറും എല്ലാം പറഞ്ഞിട്ട് ആർമീസിന് ഒരു ഫോർമലായിട്ട് BTS ആണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷും കൂടി ചെയ്തിട്ടാണ് ഈ ഒരു ലൈവ് ഉണ്ടാക്കിയിട്ട് പോണത്. അപ്പം എന്തായാലും 2026 BTS മെമ്പേഴ്സ് എല്ലാവരും കൂടി ഈ ഒരു ലൈവ് വന്നതിൽ എല്ലാ ആർമീസും ഹാപ്പിയാണ്. ഇനി ഇങ്ങോട്ട് നെക്സ്റ്റ് ഇയർ ആർമീസിൻ്റെയും BTSൻ്റെയും ഇയർ ആയിട്ട് മാറട്ടെ. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ആർമീസ്.